ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ്, ട്രാപ്ഡ് ഇൻ ഫിയർ ആണ്. മൂവിങ് ഓൺ. Memories of love. Spiritual strength. Positive movement forward. Patience. Base chakra. Destiny. Spiritual union. Heart chakra. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. കണ്ടില്ലേ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുപോലെ തന്നെ ലൈറ്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കാണാൻ തുടങ്ങുന്നുണ്ട്. നല്ല പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി, നല്ലൊരു ഭദ്രത വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയായിരിക്കണം. അല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു അടിസ്ഥാനമായിട്ട് ഒരു നിലനിൽപ്പ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിക്കുന്നത്. നിങ്ങളുടെ ഡ്രസ്സിലായാലും നിങ്ങളുടെ രൂപമാറ്റം, ആകെപ്പാടെ നിങ്ങളുടെ ആകാര ഭംഗി വർദ്ധിച്ചു വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അത് ഒരുപാട് മാറ്റങ്ങളിലൂടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ട്രാപ്ഡ് ഇൻ ഫിയർ ആണ്. കണ്ടില്ലേ, ഇവിടെ പലർക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് പേർക്ക് പലർക്കും എന്തിലോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നില്ല, ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടും എന്റേതായ ഒരു വിജയത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിരാശ അനുഭവിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് നിരാശയിലേക്ക് വരികയാണ്. ആ ഒരു നിരാശ എന്തിനാണ്? നിങ്ങൾ സ്വയം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് ഇവിടെ വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾ വെറുതെ ഇരുട്ടടഞ്ഞ റൂമിൽ കുത്തിയിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വെളിച്ചം വരുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട്, ശനീശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാനും നിങ്ങളെ പ്രശംസിക്കാനും നിങ്ങൾക്ക് സമൂഹത്തിലൊരു മാന്യത ലഭിക്കാനും ഒക്കെയുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തൽക്കാലത്തെ ഒരവസ്ഥ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിൽ നിന്നും മുന്നോട്ട് വരികയാണ് വേണ്ടത്. അങ്ങനെ കുറെ കാലം ഏത് കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുവോ അവിടെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. അവിടുന്നാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന, കണ്ടില്ലേ, മൂവിങ് ഓൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര അതിശയമാണ്, കണ്ടില്ലേ, എത്ര വളരെ സത്യമാണ് ഇത്. കണ്ടേ, ഇവിടെ നിങ്ങൾ ഫിയർ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും, പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും, അല്ല എങ്കിൽ വളരെയധികം നിരാശ കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടേത് മാറാൻ തുടങ്ങുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം. ഉറച്ച ഫെയ്ത്താണ് വേണ്ട, ഉറച്ച വിശ്വാസം, ദൈവത്തിൽ ഉറച്ച വിശ്വാസം, യൂണിവേഴ്സിൽ ഉറച്ച വിശ്വാസം വേണം. എനിക്കിത് മാറാൻ കഴിയും, എനിക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ കഴിയും എന്നും ആരും മോശകരമായ സാഹചര്യത്തിൽ ഇരിക്കുന്നില്ല. അത് അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരവസ്ഥയുണ്ട്. ഏതു തരത്തിലുള്ള നെഗറ്റീവാണോ നിങ്ങളിൽ ഇപ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്, ഏതു തരത്തിലുള്ള വിപരീതമായ ഊർജ്ജമാണോ നിങ്ങളെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു വിപരീതമായ ഊർജ്ജത്തിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ഊർജ്ജത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. അത്തരമൊരു പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് പുതിയ പുതിയ ചിന്തകൾ നിങ്ങളിൽ നിന്നും ഉടലെടുക്കാൻ തുടങ്ങുന്നു. പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് മെമ്മറീസ് ഓഫ് ലവ് ആണ് പലർക്കും. ഇവിടെ 6 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് കാണുന്നുണ്ട്. 8 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം 2 8 വന്നിട്ടുണ്ട്, 2 6 വന്നിട്ടുണ്ട്. കാരണം ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് ആണ്. മെമ്മറീസ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും പൂർവ്വകാലങ്ങളിൽ നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നിരിക്കാം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ നിന്നും വീണ്ടും മുന്നോട്ട് നിങ്ങൾ വരുമ്പോൾ സാഹചര്യങ്ങൾ നിങ്ങളിൽ മാറിയിരിക്കാം. പിന്നീട് പല വിധത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കാം. അപ്പോൾ എന്താണ്, ഇവിടെ പുതിയ പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ പഴയതിനെ വീണ്ടും നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ്. പഴയ ആ സ്നേഹബന്ധത്തിന്റെ ഒരു ഓർമ്മകൾ നിങ്ങളിലേക്ക് അയവിറക്കുന്നു, ഓർമ്മകൾ നിങ്ങളിലേക്ക് ഓടി വരുന്നുണ്ട്. ആ ഒരു ഓർമ്മകളെ നിങ്ങൾക്ക് താലോലിക്കാനുള്ള ഒരു സമയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ നിങ്ങൾ പലരും കഴിഞ്ഞുപോയ നല്ല പ്രണയബന്ധങ്ങളുടെ ഓർമ്മകൾ വീണ്ടെടുത്ത് അതിനെ സ്മരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് വളരെ നല്ല ഒരു അനുഭവമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. നല്ല നല്ല പ്രണയബന്ധങ്ങളിൽ നിന്നും നല്ല നല്ല സന്തോഷങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു അല്ലെ. നല്ല ഓർമ്മകൾ വരുന്നത് നല്ല ബന്ധങ്ങളിൽ നിന്നാണ്. മോശകരമായ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർമിക് റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഓർമ്മകൾ വരില്ല. നല്ല സ്നേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെ. തീർച്ചയായിട്ടും ഇവിടെ നല്ല മധുരസ്മരണകളാണ് അല്ലെങ്കിൽ നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ, നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ച പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ നിങ്ങൾക്ക് താലോലിക്കാൻ സമയമാണ്. അതിനെ നിങ്ങൾ ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സ്പിരിച്വലി നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേർ സ്പിരിച്വൽ വർക്ക് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും പല പരാജയങ്ങളിൽ നിന്നും നിങ്ങൾ ദൈവത്തെ കൂടുതലായിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് എന്താണ് ഇത് എന്ന് അറിയാൻ ആഗ്രഹം അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പ്രേ ചെയ്യാനുള്ള ഒരു സമ്മർദ്ദം നിങ്ങളിൽ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അതിന്റെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് ശക്തി തരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുവഴിയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്. അങ്ങനെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുമ്പോഴാണ് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാനും അത്തരത്തിലുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് സ്വയം സമാധാനിക്കാനും സ്വയം ശാന്തി അനുഭവിക്കാനുമുള്ള കഴിവ് നിങ്ങളിലേക്ക് ലഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേർ യൂണിവേഴ്സ് എന്താണെന്നും പ്രപഞ്ചം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതുവഴി നിങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ശക്തി പ്രാപിച്ച് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മുന്നോട്ട് വരുമ്പോഴെന്താണ് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്, പോസിറ്റീവായ ചിന്തകളിലൂടെ. പിന്നീടാണ് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുമ്പോഴാണ് ആത്മാവ് എന്താണ്, സോൾ എന്താണ്, സ്പിരിറ്റ് മൈൻഡ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴാണ് പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്
എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രകാശത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നത്. നിങ്ങൾ ചില യാത്രകൾ ഇരുളിൽ നിന്നുമാണ് യാത്ര തുടങ്ങുന്നത്, പക്ഷെ വെളിച്ചത്തിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്നതാവാം. ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവരാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ശുഭകരമായ പ്രതീക്ഷകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരുപാട് ശുഭപ്രതീക്ഷകളെ കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നീങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് വീടിന്റെ കാര്യത്തിൽ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചോ, അല്ല എങ്കിൽ വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചോ, ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. ധൃതി പിടിച്ചൊന്നും പാടില്ല. ധൃതി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെ പല അബദ്ധങ്ങളിലും ചാടിക്കുന്ന ഒന്നാണ്. ധൃതി പിടിച്ച് പലരും പറയുന്നത് കേൾക്കാമല്ലോ, ഞാൻ ധൃതി പിടിച്ചത് ചെയ്തിട്ടാണ്, അല്ല എങ്കിൽ എനിക്ക് ഈ ഒരു അബദ്ധം വരില്ലായിരുന്നു എന്ന് പലരും പറയുന്നത് കേൾക്കാം. പല സാഹചര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷമ അത്യാവശ്യമാണ് എന്ന് കാണുന്നു. ഏത് കാര്യത്തിനും കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അമിതമായ ക്ഷമ വേണ്ട. കുറച്ചു കാലം ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തരാനുണ്ട്, അവർ പറയുന്ന അത്ര അവധി ക്ഷമയോടുകൂടി കേട്ടിരിക്കണം. ചിലർ ഒരുപാട് കാലം താമസിക്കും. എന്നിരുന്നാൽ കൂടെയും അത്യാവശ്യം കുറച്ച് ക്ഷമ വേണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏതൊരു കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരണമെങ്കിൽ, നിങ്ങൾക്ക് അനുകൂലമായ ഊർജം നിങ്ങളിലേക്ക് വരണം എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു നല്ല റിസൾട്ട് നിങ്ങളിലേക്ക് വരണം എങ്കിൽ തീർച്ചയായിട്ടും അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. 7 ചക്രാസിൽ നിങ്ങളുടെ ബേസ് ചക്രയ്ക്ക് ആക്റ്റീവ് ആകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്നതാണ് ബേസ് ചക്ര. ബേസ് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് ചക്ര. റൂട്ട് ചക്ര എന്താണ്? മൂലാധാര ചക്ര എന്ന് പറയും. ഈ മൂലാധാര ചക്രയുടെ എല്ലാ കാര്യങ്ങൾക്കും ആധാരമായിട്ടുള്ളതാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്, മൂലാധാരം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാരണങ്ങൾക്കും ആധാരമാണ് ഈ ഒരു ചക്ര. അപ്പൊ ഇതിനെ ഉണർത്തിയെടുക്കുക, ഇതിനെ ആക്റ്റീവാക്കി എടുക്കുക എന്ന് പറയുന്നത് പലർക്കും പല വിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവും. ചിലരൊക്കെ ആക്റ്റീവ് എടുക്കുന്നുണ്ടാവാം. അവരുടെ ജീവിതത്തിൽ സക്സസ് ആണ് അതുകൊണ്ട് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ പലർക്കും സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇല്ല എങ്കിൽ അതിനെ നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ 4 ഇതളുകളുള്ള ഒരു ചക്രയുടെ രൂപത്തിലാണ്, ഒരു പൂവിന്റെ ഷേപ്പിലാണ് ഇത് കാണുന്നത്. ചുവന്ന കളറാണ് ഇതിനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. അവിടെ നിന്ന് ഒരു പ്രകാശം വരുന്നതായിട്ട്, നട്ടലിന്റെ ഏറ്റവും താഴത്തെ അറ്റത്തായിട്ട് ഫസ്റ്റ് വരുന്ന ചക്രയാണ് റൂട്ട് ചക്ര, അപ്പോൾ അല്ലെങ്കിൽ ബേസ് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ഉത്സാഹത്തെ, സ്ഥിരമായ ഒരു എനർജിയെ, പോസിറ്റീവായിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഒരു എനർജിയെ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. തന്നെയുമല്ല, നിങ്ങൾക്ക് കിട്ടാതിരുന്ന മണി ബ്ലോക്കിനെ മാറ്റി തരുന്ന ഒരു ചക്രയാണ് ബേസ് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടാതിരിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരികയും ജോലിക്ക് സാധ്യത, ഒരു ജോലി നിങ്ങൾക്ക് തേടി കണ്ടെത്താൻ അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള ഒരു മെന്റാലിറ്റി, നിങ്ങൾക്ക് ഒരു അനുകൂലമായ ഊർജം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവഴി നിങ്ങൾക്ക് ജീവിതം കുറച്ചുകൂടി സന്തോഷത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഡെസ്റ്റിനിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങുകയാണ്. പലർക്കും ഒരു തുടക്കം, നല്ല ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ഇതെന്താണ്? ദൈവത്തിന്റെ തീരുമാനമാണ്, ഇത് ദൈവവിധിയാണ്. ഇത് പറയുന്നത് എന്താണ്? അത് പല സാഹചര്യങ്ങളിൽ നിങ്ങൾ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെ? അപ്പോൾ മോശകരമായ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് നല്ല അനുഭവങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടില്ല, ചില മോശകരമായ സാഹചര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, വിഷമം അനുഭവിക്കുന്നു, പേടി അനുഭവിക്കുന്നു, മനസ്സിൽ അധമ വികാരങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇവിടെ ലഭിക്കുന്നു. പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്.
തീർച്ചയായിട്ടും ഈ ഒരു അനുഭവങ്ങൾ, ഈ ഒരു സമൃദ്ധി നിങ്ങൾക്ക് തരുന്നത് ആരാണ്? യൂണിവേഴ്സ് തരുന്നതാണ്. യൂണിവേഴ്സ് തീരുമാനിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് വരുത്തണോ മോശം വരുത്തണോ എന്നൊക്കെ യൂണിവേഴ്സാണ് തീരുമാനിക്കുന്നത്. കാരണം എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കർമ്മം എത്രമാത്രം ഉണ്ടോ അത് തീരാറാവുമ്പോഴാണ് നിങ്ങളിലേക്ക് നന്മ കടന്നു വരുന്നത്, നല്ല ജീവിതം തുടങ്ങുന്നത് അപ്പോൾ മാത്രമാണ്. ഇതല്ല എങ്കിൽ നിങ്ങൾ മോശകരമായ സാഹചര്യങ്ങളെ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്നിനൊന്നായിട്ട് പിറകെ ഒന്നൊന്നായിട്ട് പറഞ്ഞില്ലേ, ദുരിതങ്ങൾ വരുമ്പോൾ എന്താണ്, ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ദുരിതങ്ങൾ വരും. ദൈവമേ, എനിക്ക് മാത്രമേ ഉള്ളോ ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പലരും പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങും അല്ലെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ സമൃദ്ധി നിറഞ്ഞ നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ മനഃശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഇവിടെ തുടങ്ങാൻ പോകുന്നു, കാലെടുത്ത് വെക്കാൻ പോകുന്നു. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്, ഇത് നിങ്ങളുടെ വിധിയാണ്, ഇത് യൂണിവേഴ്സ് തരുന്ന ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെയും കണ്ടില്ലേ, ഇവിടെയും മാറ്റത്തിന്റെ കാലമാണ് എന്നാണ് പറയുന്നത്, മാറ്റത്തിന്റെ സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെയും പറയുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വൽ യൂണിയൻ, പലർക്കും സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. അത് തന്നെ ഒരുപാട് പേർ സ്പിരിച്വൽ വർക്ക് ചെയ്ത് ഒത്തിരി കാലങ്ങളോളം കർമ്മ ഒടുങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ സോൾ പ്യുവർ ആകുന്നു. ആ പ്യുവറാകുന്ന സോളിലേക്ക് മറ്റൊരു സോൾ വന്നു ചേരുന്നു. അതേപോലെ പ്യുവറായിട്ടുള്ള മറ്റൊരു സോൾ വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു. ഇത് ദൈവികമായ ഒരു നിയോഗമാണ്, ദൈവികമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ, ഒരുപാട് കാലം നിങ്ങൾ വളരെയധികം വളരെ സിൻസിയർ ആയിട്ടും നിഷ്കളങ്കമായിട്ട് ഒക്കെ സ്നേഹിച്ചിരുന്ന വ്യക്തികളാവാം നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ളത്. അത് നിങ്ങൾ ഒരുപാട് കാലം ദൈവത്തെ വിളിച്ച് ഒരുപാട് യൂണിവേഴ്സിനോട് പ്രേ ചെയ്തിട്ട് വീണ്ടും അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. എന്തുകൊണ്ടാണ് അത് എത്തിച്ചേരുന്നത്? ദൈവികമായ ഒരു നിയോഗമാണ്, നിങ്ങൾ കൂടിച്ചേരണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് സന്തോഷകരമായ വെളിച്ചം കണ്ട് തീർച്ചയായിട്ടും ഒരു ദൈവികമായ പിൻബലത്തോടുകൂടി, ദൈവികമായ ശക്തിയോടുകൂടി, ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് അല്ലേ, കണ്ടില്ലേ, ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ച് ഇവിടെ ഈ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. പലർക്കും പുതിയ തരത്തിലുള്ള പ്രണയം തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പുതിയ തരത്തിലുള്ള പ്രണയം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ പ്രണയം ഇവിടെ ഹേർട്ട് ചക്ര എന്ന് പറയുന്നുണ്ട് പച്ച കളറിലെ ചക്രയാണിത്, പച്ച നിറത്തിലുള്ള ചക്ര. അതായത് ഇവിടെ നാലാമതായി വരുന്ന ചക്രയാണ്, 7 ചക്രാസിൽ നാലാമതായി വരുന്ന ചക്രയാണ് ഹേർട്ട് ചക്ര എന്ന് പറയുന്നത്. പച്ച നിറത്തിലുള്ളതാണ് ഇത്. സ്നേഹം നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും പ്രണയം അങ്ങോട്ട് കൊടുക്കാനും പ്രണയത്തെ ഇങ്ങോട്ട് സ്വീകരിക്കാനും, അത് ഏത് തരത്തിലുള്ളതായാലും, കുഞ്ഞുങ്ങളോടുള്ളതായാലും വലിയവരോടുള്ളതായാലും ലവേഴ്സിനോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഒക്കെയുമുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു വികാരമല്ല അല്ലേ. അപ്പോൾ അതിനും ഒരു ദൈവികത ഉണ്ടാവണം. ദൈവസ്നേഹം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ്, ദൈവികമായി നമ്മളൊന്ന് കണക്ട് ആവുമ്പോൾ മാത്രമാണ് നമുക്ക് മനഃശാന്തി ലഭിക്കുന്നത്. ഈ ഒരു സമയത്താണ് മറ്റുള്ളവരോട് നമുക്ക് സ്നേഹം തോന്നുന്നത്, നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തോന്നുന്നതും ഒക്കെയും അങ്ങനെ വരുമ്പോൾ. അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ചക്രയെ ആക്റ്റീവാക്കി എടുക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ പറയുന്നു. കാരണം ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗത്തു നിന്നും പച്ച നിറത്തിലുള്ള ഒരു വെളിച്ചം വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമാധാനവും ശാന്തിയും ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എത്ര നേരം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നു അത്ര നേരം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെ അത് തന്നെയാണ് ബേസ് ചക്രയുടെ ആക്ടിവേഷൻ പറയുന്നത്. കണ്ടില്ലേ, അത്ര നേരം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നു, അത് ഏറ്റവും നല്ലതാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുവഴി നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ, മെറ്റീരിയലായിട്ടും സ്പിരിച്വലായിട്ടുമുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു, അതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ്, അതുപോലെ തന്നെ വീടായാലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലേക്കും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിജയമാണോ സക്സസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, കോടതി വഴിയുള്ള സക്സസ് ആവാം, അല്ലെങ്കിൽ എക്സാമിനേഷന് വേണ്ടിയുള്ള സക്സസ് ആവാം, അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങളിലെ സക്സസ് ആവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതുമാകാം. എങ്ങനെയായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, പ്രകാശം കണ്ട് നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക് പോകാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള നെഗറ്റിവിറ്റീസിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.